മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും അദ്ദേഹത്തിന്റെ കുറെ തീരുമാനങ്ങളും കാരണം ഗതികെട്ട അവസ്ഥയിലാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. ആരാധകരും ചില മുൻ താരങ്ങളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗംഭീറിനെ ഒന്ന് പുറത്താക്കൂ എന്നാണ്. ഇന്ത്യയുടെ T20 ടീം, ഏകദിന ടീം, പിന്നെ ടെസ്റ്റ് ടീം, മൂന്നിനും മൂന്ന് മുഖങ്ങൾ വേണം എന്നൊരു നിർബന്ധം ആദ്യം ഗംഭീറിനുണ്ടായിരുന്നു. മൂന്ന് ക്യാപ്റ്റന്മാരും അവരുടെ കീഴെ ഓരോ ഫോമാറ്റിലും ഗംഭീരമായി കളിക്കുന്ന താരങ്ങളും. ഗംഭീറിന്റെ ഈ സ്വപ്നം പച്ച പിടിക്കാതായതോടെ പതിയെ ശുഭ്മാൻ ഗില്ലിനെ ഏകദിന നായകനാക്കി. ഗില്ലിനെ തന്നെ T20 നായകനാക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മൂന്ന് ഫോമാറ്റിലും ഒരേ ക്യാപ്റ്റൻ എന്ന പഴയ ശൈലി തന്നെ തുടരും. പക്ഷേ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം നിലവിൽ പരാജയമായി മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രധാന കാരണം ഗംഭീറിന്റെ ചില തീരുമാനങ്ങളാണ് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും ചില മുൻ താരങ്ങളും പറയുന്നത്. ഇപ്പോഴിതാ മുൻ താരം മനോജ് തിവാരി ഗംഭീറിനെതിരെ രൂക്ഷ വിമർശനം നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ പിന്തുടർന്ന അമ്പരപ്പിക്കുന്ന തന്ത്രങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പരാജയപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് മനോജ് തിവാരി പരിഹാസ രൂപേണ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് സംഭവിക്കേണ്ടതായിരുന്നു. കാര്യങ്ങൾ ശരിയായി നടക്കുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവർ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന രീതികൾ ശരിയായ തന്ത്രമോ പദ്ധതിയോ അല്ല. ധാരാളം വെട്ടിച്ചുരുക്കലുകളും മാറ്റങ്ങളും ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ന്യൂസിലാൻഡിനെതിരായ ഹോം പരമ്പരയിലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും അത് സംഭവിച്ചിരിക്കാം എന്നാണ് തിവാരി ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗംഭീറിന് പകരം മറ്റൊരാളെ നോക്കാൻ BCCIക്ക് സമയമായി എന്നും തിവാരി പറഞ്ഞു. തീർച്ചയായും ഇന്ത്യക്ക് ഒരു പ്രത്യേക റെഡ് ബോൾ കോച്ച് വേണോ എന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ രക്ഷിക്കാൻ അവർ ഈ തീരുമാനം എടുക്കേണ്ട സമയമാണിത്. അതാണ് വേണ്ടത് എന്നും തിവാരി പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയോടുള്ള തോൽവിക്ക് ശേഷം ന്യായീകരണവുമായി ഗംഭീർ എത്തിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും നേടിയ പരിശീലകനും ഞാൻ തന്നെയാണ് എന്ന ന്യായീകരണമായിരുന്നു ഗംഭീർ നിരത്തിയത്. എന്നാൽ ഗംഭീറിന്റെ ഈ ന്യായീകരണത്തിനും തിവാരി മറുപടി കൊടുത്തു. എന്നാൽ ഏകദിന ടീമിനെ നയിച്ചത് ഗംഭീർ അല്ലെന്നും രോഹിത് ശർമ്മ, രാഹുൽ ദ്രാവിഡ്, വിരാട് കോഹ്ലി എന്നിവർ ചേർന്നാണ് ഇന്ത്യയുടെ ഏകദിന ടീമിനെ നിർമ്മിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഗംഭീർ ഇല്ലെങ്കിലും ടീം കിരീടം സ്വന്തമാക്കും എന്ന ചുട്ട മറുപടിയാണ് തിവാരി ഗംഭീറിന് നൽകിയത്. ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും താൻ നേടിയിട്ടുണ്ടെന്ന് ഗംഭീർ അവകാശപ്പെടുന്ന ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ഈ ടീമിനെ നിർമ്മിച്ചത് രോഹിത് ശർമ്മ, രാഹുൽ ദ്രാവിഡ്, അതിനു മുൻപ് വിരാട് കോഹ്ലി എന്നിവരാണ്. ഈ രണ്ട് ടൂർണമെന്റുകളിലും ഗംഭീർ ടീം ഇന്ത്യയുടെ പരിശീലകനായില്ലായിരുന്നെങ്കിൽ പോലും ഇന്ത്യ എന്തായാലും വിജയിക്കുമായിരുന്നു. ഒരു വൈറ്റ് ബോൾ മെന്റർ ഹെഡ് കോച്ചായി ഇന്ത്യയെ നയിക്കുന്നത് കാണുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഗ്രൗണ്ട് ലെവലിൽ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഉയർന്ന തലത്തിൽ എങ്ങനെ ഫലങ്ങൾ നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് അസാധ്യമാണ് എന്നും തിവാരി കൂട്ടിച്ചേർത്തു.